ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എടുക്കാനുള്ള ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ DPSP എന്താണെന്ന് നോക്കാം. There are mainly two goals behind the formation of directive principles. First one, to ensure social, economic and political justice to each member of the society. Second one, to build up a welfare state. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചതിൽ പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, സമൂഹത്തിലെ ഓരോ അംഗത്തിനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുക. 2, ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക. The makers of the Constitution borrowed the concept of directive principles from the Irish Constitution. Part 4 of the Indian Constitution contains the directive principles of state policy. Article 36 to 51 deal with these directives. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള 16 വകുപ്പുകളിലാണ് ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ആശയം, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഈ ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? Directive principles of the state policy are guidelines to the future government which they should consider when they formulate policies and make laws. These directives reflect the aspirations and desires of the constitution makers. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? സ്വതന്ത്ര ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഗവൺമെൻറ് ഏജൻസികളും നയരൂപീകരണവും നിയമനിർമ്മാണവും നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളെന്ന് അറിയപ്പെടുന്നത്. അവ രാഷ്ട്രത്തിനുള്ള പൊതു നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ. This means that they cannot be enforced through the court. A citizen cannot approach the court to get them implemented. The directive principles provide guidelines for the government to frame their policies. They serve as a base for administration and framing of new laws. അപ്പോൾ രാജ്യഭരണത്തിന് വേണ്ടി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഒരു മാതൃക കാഴ്ചവെക്കുന്നു. ഇന്ത്യയിലെ ഭരണകർത്താക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടവും അത് സമർപ്പിക്കുന്നു. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്തെല്ലാം ക്രിയാത്മക നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് നിർദ്ദേശക തത്വങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആദർശങ്ങളും നേടുന്നതിന് രാഷ്ട്രം അനുവർത്തിക്കേണ്ട നയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇനി നിർദ്ദേശക തത്വങ്ങളെ ന്യായവാദാർഹമല്ല, അതായത് കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കിയില്ലെങ്കിൽ അവ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല. ഇനി കണ്ടൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നിർദ്ദേശക തത്വങ്ങളുടെ ഉള്ളടക്കം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലിസ്റ്റ്സ് മെയിൻലി 3 തിങ്സ്. ഫസ്റ്റ് വൺ, ദി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് വി ഷുഡ് അഡോപ്റ്റ്. സെക്കൻഡ്, certain rights that individuals should enjoy apart from fundamental rights, and certain policies that the government should adopt. നിർദ്ദേശക തത്വങ്ങളുടെ പട്ടികയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 1, രാഷ്ട്രനയത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. 2, രാഷ്ട്രനയത്തെ രൂപപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ. 3, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ. ഇനി ഗോൾസ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
welfare of the people, ensuring social, economic and political justice. Next, raising the standard of living through equitable distribution of resources and the promotion of international peace. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളാണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നിലനിൽക്കുന്ന ഒരു സാമൂഹിക ക്രമം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തെ പരിപോഷിപ്പിക്കാൻ രാഷ്ട്രം പ്രയത്നിക്കണം. മറ്റൊന്നാണ് നീതിപൂർവവും മനുഷ്യോചിതവുമായ തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ വേതനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിശ്രമം, സാമൂഹികവും സാംസ്കാരികവുമായ കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ എന്നിവ നേടിക്കൊടുക്കാൻ രാഷ്ട്രം പരിശ്രമിക്കണം. മറ്റൊന്നാണ് ജീവിത നിലവാരം, പോഷകാഹാരം എന്നിവയുടെ തലം ഉയർത്തുവാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും രാഷ്ട്രം യത്നിക്കണം. രാജ്യത്തെ ഭൗതിക വിഭവങ്ങൾ ന്യായമായ രീതിയിൽ വിതരണം ചെയ്യാനും സമ്പത്തും ഉൽപ്പാദന മാർഗങ്ങളും ഏതാനും ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുവാനും രാഷ്ട്രം ശ്രമിക്കണം. അന്താരാഷ്ട്ര സമാധാനവും സൗഹാർദ്ദവും പരിപോഷിപ്പിക്കാൻ രാഷ്ട്രം പ്രയത്നിക്കണം. ഇനി നമുക്ക് അതിൻ്റെ പോളിസീസ്, നയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിസീസ്: ടു സെക്യൂർ യൂണിഫോം സിവിൽ കോഡ് ഫോർ ദി സിറ്റിസൺസ്, പ്രൊഹിബിഷൻ ഓഫ് കൺസംഷൻ ഓഫ് alcoholic liquor, promotion of cottage industries, prevention of slaughter of useful cattle, promotion of village panchayat. അപ്പോൾ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് രാഷ്ട്ര നയം രൂപപ്പെടുത്തുമ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ചില നയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക ജനാധിപത്യവും നീതിയും സ്ഥാപിക്കുക, ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുക, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക, ആരോഗ്യത്തിന് ഹാനികരമായ ലഹരിപാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഉപയോഗമുള്ള കന്നുകാലികളുടെ വധം തടയുക, സ്വയംഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾ പരിപോഷിപ്പിക്കുകയും സാമൂഹ്യമായ അനീതികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും രാജ്യത്തിൻ്റെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുകയും ചെയ്യുക, ദേശീയവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ എന്നിവ സംരക്ഷിക്കുക, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും ആധുനികമായ രീതിയിൽ സംഘടിപ്പിക്കുക. അതിൻ്റെ നയങ്ങൾ, പോളിസീസ്. ഇനി നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയാണ് അഡീക്വേറ്റ് ലൈവ്ലിഹുഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ, റൈറ്റ് അഗൈൻസ്റ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു വർക്ക്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ഏജ് ഓഫ് 6 years, right of children to early childhood care and education till the age of 6 years. അപ്പോൾ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ, നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കുന്ന വേറെയും അവകാശങ്ങളുണ്ട്. അവ നിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അത് ന്യായവാദാർഹമല്ല, അതായത് നമുക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് മതിയായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ലഭിക്കാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും സ്വതന്ത്രവും അന്തസ്സും ഉള്ള പരിതസ്ഥിതിയിൽ ആരോഗ്യകരമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കിട്ടുന്നതിനും കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, തുല്യനീതി, സൗജന്യ നിയമസഹായത്തിനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കുന്നതിനുള്ള അവകാശം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം തുടങ്ങിയ അവസ്ഥകളിൽ പൊതുസഹായം ലഭിക്കാനുള്ള അവകാശം, മനുഷ്യോചിതമായ തൊഴിൽ സാഹചര്യങ്ങളും സഹായങ്ങളും ലഭിക്കാനുള്ള അവകാശം, തൊഴിലാളികൾക്ക് വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ പങ്കാളികളാകാനുള്ള അവകാശം, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അതേപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഇതൊക്കെ നടപ്പിലായല്ലോ. ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റിലേഷൻസ് ആൻഡ് ഡിഫറൻസസ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊഹിബിറ്റ്സ് ഗവൺമെൻറ് ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഡയറക്ട്സ് ദ ഗവൺമെൻറ് ടു ഡു സർട്ടൻ തിങ്സ്. മൗലികാവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ തടയുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട്സ് ദി റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ താൽപ്പര്യങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളെയും ക്ഷേമങ്ങളെയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. മറ്റൊന്ന്, ദേ ആർ ജസ്റ്റിഷ്യബിൾ ഇഫ് ദേ ആർ ഡിനൈഡ് ദർ ഇസ് ലീഗൽ റെമഡി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് justiciable. There is no legal remedy even if they are denied. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അതായത് അവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളല്ല. അവ നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല. Then fundamental rights give emphasis on civil liberty. Directive principles give prominence to social and economic justice. മൗലികാവകാശങ്ങൾ പൗരസ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. Then fundamental rights represent the basic principles of democracy. The scope is narrow. The scope is wide. Directive principles reflects the ideals of a welfare state in nature. മൗലികാവകാശങ്ങളുടെ വ്യാപ്തി പരിമിതമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളുടെ വ്യാപ്തി വിസ്തൃതമാണ്. മൗലികാവകാശങ്ങൾ ജനാധിപത്യത്തിൻ്റെ പ്രമാണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ. മൗലിക ചുമതലകൾ, പൗരന്മാരുടെ മൗലിക ചുമതലകൾ. എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. Rights and duties are the two sides of a same coin. People cannot enjoy rights without performing duties. An individual or society that ignores its duties have no claim to argue for rights. In 1976, the 42nd Amendment of Constitution was passed. This amendment inserted a list of fundamental duties of citizens. It included 10 duties. പൗരന്മാരുടെ മൗലിക ചുമതലകൾ. അപ്പോൾ അവകാശങ്ങളും ചുമതലകളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ സാധ്യമല്ല. ചുമതലകളെ അവഗണിക്കുന്ന വ്യക്തിക്കോ സമൂഹത്തിനോ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനുള്ള അർഹതയില്ല. അതിനാൽ പൗരന്മാരുടെ ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പലരും മുന്നോട്ട് വെച്ചു. ഇനി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ 4A ഭാഗത്തിൽ 51A വകുപ്പിലാണ് മൗലിക ചുമതലകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് 10 ചുമതലകളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ. ഇനി ആ 10 ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടന മൗലിക ചുമതലകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 4A ഭാഗത്തിലാണ്, 51A വകുപ്പിൽ. അത് ഉൾക്കൊള്ളിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി. ഇനി ഏതൊക്കെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ,
To abide by the Constitution and respect its ideals and institutions, the national flag and national anthem. ഭരണഘടനയെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുക. സെക്കൻഡ്, to cherish and follow the noble ideals which inspired our national struggle for freedom. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകിയ മഹത്തായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. നെക്സ്റ്റ്, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും ഉയർത്തിപ്പിടിക്കുക. അടുത്തതാണ് ടു ഡിഫെൻഡ് ദി കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും ചെയ്യുക. അതായത് നമ്മുടെ രാഷ്ട്രം എപ്പോൾ നമ്മുടെ സേവനം ആവശ്യപ്പെടുന്നോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാഷ്ട്രസേവനം ലഭ്യമാക്കണം. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് കോമൺ brotherhood amongst all people of India, transcending religious, linguistic and regional or sectional diversities, to renounce practices derogatory to the dignity of women. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ ഭിന്നതകൾക്കതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സഹകരണവും സൗഹാർദ്ദവും വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന നടപടികൾ ഉപേക്ഷിക്കുക. നെക്സ്റ്റ്, ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അടുത്തത്, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്സ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രിയേച്ചേഴ്സ്. വനങ്ങളും കായലുകളും വന്യജീവികളും ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുക. അടുത്ത, ടു ഡെവലപ്പ് ദി സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. ശാസ്ത്രബോധം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വികസിപ്പിക്കുക. അടുത്തത്, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജുവർ വയലൻസ്. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദി നേഷൻ constantly rises to the higher levels of endeavor and achievement. രാഷ്ട്രത്തിൻ്റെ നിരന്തരമായ ഉന്നതിക്ക് വേണ്ടി വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക ചുമതലകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. മറ്റൊന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക ചുമതലകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.